ഈശോയിൽ സ്നേഹം നിറഞ്ഞ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതം ദൈവം നമ്മൾക്കായി നൽകിയതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മളെ പരിപാലിക്കുന്നതിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് പൗലോസ്ലീഹയുടെ വാക്കുകളിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 27-ാം അധ്യായം 34-ാം തിരുവചനം ഇന്ന് നമുക്ക് ശ്രവിക്കാം. അതിൽ പൗലോസ്ലീഹ ഭക്ഷണം കഴിക്കാതിരുന്ന തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങളെ ഭക്ഷണം കഴിക്കുവാൻ അഭ്യർത്ഥിക്കുന്നതും, ഭയത്തോടെ കപ്പലിലിരിക്കുന്ന നാവികരെയും സഹയാത്രികരെയും ശക്തിപ്പെടുത്തുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ പൗലോസ്ലീഹായുടെ നാവിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു വചനഭാഗം, ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മൾക്കുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി എന്തായിരിക്കുമെന്ന് ആ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. 34-ാം തിരുവചനത്തിൽ പറയുന്നു, അതിനാൽ വല്ലതും ഭക്ഷിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, അത് നിങ്ങൾക്ക് ശക്തി പകരും. നിങ്ങളിൽ ആരുടെയും ഒരു തലമുടി പോലും നശിക്കുകയില്ല. ദൈവമാണ് തൻ്റെ മക്കൾക്ക് ശക്തി പകരുന്നെങ്കിൽ ആ വ്യക്തികളുടെ ഒരു തലമുടി പോലും നശിക്കുവാൻ ആ കർത്താവ് അനുവദിക്കുകയില്ല. ഇതാണ് ദൈവത്തിലുള്ള വിശ്വാസം. ദൈവം എത്ര പരിപാലിക്കുന്നവനാണ്, ഒരു മനുഷ്യനെ ദൈവം എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്ന് വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്ന ഒരു തിരുവചന ഭാഗമാണിത്. ആകയാൽ സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാ സഹനങ്ങളുടെയും വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിലും നിങ്ങളൊന്ന് വിശ്വസിക്കുക, എന്തെല്ലാം എന്നെ അലട്ടിയാലും എൻ്റെ ഒരു തലമുടി പോലും നശിക്കുവാൻ അനുവദിക്കാത്ത സർവശക്തനായ ദൈവമാണ് എൻ്റെ കൂടെയുള്ളത്. ആ ദൈവം എന്നെ പരിപാലിക്കും, എന്നെ രക്ഷിക്കും. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. മനുഷ്യന് സാധ്യമല്ലാത്തത് മനുഷ്യൻ അസാധ്യമെന്ന് പറയുന്നത് ദൈവത്തിന് സാധ്യമാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. ഈ തിരുവചനം നിങ്ങൾക്ക് ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ സംരക്ഷണയും കർത്താവിൻ്റെ സമാധാനവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ.